അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു യാത്ര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പറയുമ്പോൾ ഒരാഴ്ച നീളുന്ന ഒരു യാത്ര കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എല്ലായ്പ്പോഴും പോകുന്ന ഫ്രണ്ട്സ് തന്നെയാണ് കൂടെ ഉള്ളത്. അറിയാത്ത ആൾക്കാരൊന്നുമല്ല, നമ്മുടെ കോളേജിലത്തെ ചങ്ങായിമാരാണ്. അപ്പോൾ നമ്മുടെ യാത്ര എവിടുക്കാന്നുള്ളതൊക്കെ നമ്മൾ ട്രെയിനിൽ കയറി പറയും. അപ്പോൾ ട്രെയിൻ വരാനായിട്ടുണ്ട്. 10:30ക്കാണ് ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ഈറോഡിൽ നിന്ന് ബാർമർ എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിലാണ് നമ്മൾ കയറുന്നത്. കറക്റ്റായിട്ട് അതിൻ്റെ നെയിം അത് അവിടെ ഈ സൈഡിൽ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏകദേശം ഒരു 10.5 മണിക്കൂറോളം യാത്ര വരുന്നൊരു സ്ഥലത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിനിൽ വെച്ച് കാണാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചങ്ങായിമാർ, നമ്മുടെ കോളേജിലുള്ള ഫ്രണ്ട്സാണ്. ഇതിലിപ്പം അറിയണ ആ ചുവപ്പും ലൈനുള്ള ഡ്രസ് ടീഷർട്ട് ചെക്കല്ലേ, ഷർട്ട് പോലെ നമുക്ക് അറിയുണ്ടാവും. ബാക്കിയുള്ള പിന്നെ നമ്മുടെ മണാലിക്കൊക്കെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവരങ്ങനെ ഫേസ് എടുത്തിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോസ് അങ്ങനെ കൂടുതൽ എടുത്തിട്ടില്ല. മറ്റവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡൽഹി പോയപ്പോൾ ഫോണൊക്കെ പോയി എന്നൊക്കെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, അവനാട്ടെ ഫോണിൻ്റെ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാണുന്ന ട്രെയിനിലായിട്ട് നമ്മൾ പോകണം. അത് കുറച്ചുകൂടി മുമ്പ് പോയി കൈയാട്ട്. അല്ലാടെ അത് ഇടയ്ക്ക് ഇവിടെ നിന്ന് നിർത്തിയെങ്കിലോ. നടക്കുന്ന അല്ല അയിമ എന്താ പേര് എഴുതിക്കണേ? നമ്മളേതാണ് S2 S3 എന്നൊക്കെ ഉണ്ടാവില്ല, അതിൽ ഏതാണ്? B1 ആകെ 5 മിനിറ്റ് തൊട്ട് അവിടെ ഷൊർണൂർ ട്രെയിൻ നിർത്തുക. ഞങ്ങൾ അവിടേക്കാരെന്ന് വിചാരിച്ച്, പക്ഷെ ഇത് ഓപ്പോസിറ്റാണ്. ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. S14 എത്തിട്ടോ. S2 എന്നാണ് നടന്നു വരുന്നത്. ഇപ്പോൾ അതാ AC എത്തി, B2 എത്തി. ഇതിലതുകൊണ്ട് വലതുകാലം വെച്ച് കയറിക്ക സീനാണ്. അൽ ഫാത്തിഹ. എന്താ പറയുക, ജയിലോ? ഇനി കുറച്ച് തണുപ്പിലിരിക്കുക. ഓ ഫൈനലി നമ്മൾ ട്രെയിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ യാത്ര പോണത് എവിടേക്കാന്ന് പറഞ്ഞില്ലല്ലോ. 4 ദിവസത്തെ ഒരു ട്രിപ്പ് കേട്ടോ. 4 ദിവസത്തിൽ 2 ദിവസം ഗോകർണ എന്നുള്ള സ്ഥലം, നമ്മുടെ ഗോവയുടെ കുറച്ച് അപ്പുറത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം ഒരു ഗോവയുടെ പോലെ ബീച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഗോകർണയ്ക്ക് 2 ദിവസവും പിന്നെ അവിടുന്ന് പിന്നെ നേരെ ഗോവയ്ക്ക് 2 ദിവസം. അപ്പോൾ അങ്ങനെ 4 ദിവസത്തെ ട്രിപ്പ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഷൊർണൂരിന് ഗോകർണയ്ക്ക് ഒരു 10.5 മണിക്കൂറുള്ള യാത്ര വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ 10:30ക്ക് ട്രെയിൻ കയറിയുണ്ട്. രാത്രി ഒരു 10:30 9:15 ആ ഒരു ടൈമൊക്കെ ഉണ്ട് അവിടെ എത്തുക. പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ രാത്രി എത്തുന്നുണ്ട്. പിന്നെ അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിറ്റേ ദിവസം മുതലാണ് നമ്മൾ ആ ഒരു ഗോകർണ കറങ്ങാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ കൂടെ ഞങ്ങൾ മൊത്തത്തിൽ 6 പേരാണ് പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഇനി നമ്മൾ മൊത്തം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈപ്പ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എവിടേക്ക് കയറേണ്ടതെന്നും എങ്ങനെയാണ് പോകാന്നുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പക്ക ഡീറ്റെയിൽ ആയിട്ടാണ് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പറയാനുണ്ട്, ഒക്കെ ഓർമ്മയിൽ നിൽക്കൂലേ. ട്രെയിൻ ഞങ്ങൾ എടുത്തിട്ടുള്ള തന്നെ 3 AC എന്നുള്ള ഇതാട്ടോ. സ്ലീപ്പർ അല്ല. സ്ലീപ്പറിന് ഞങ്ങൾക്ക് നോക്കിയപ്പോൾ പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് അവൈലബിലിറ്റി കമ്മിയാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് 300 സംതിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ലീപ്പർ കിട്ടിയില്ല. പിന്നെ അല്ലേന്ന് പറഞ്ഞാൽ ഈ 3 AC കിട്ടിയത്. 3 ACക്ക് ഞങ്ങൾക്ക് ഷൊർണൂരിന് ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിക്ക് 1250 രൂപയുടെ ആളുമ്പോൾ വന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പറിന് റേറ്റ് 475 വരിക. ഓക്കെ, ഇതാണ്. പിന്നെ ട്രെയിനിൻ്റെ പേരെന്താ വെച്ചിട്ടാ, ഇത് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈറോഡിൽ നിന്നാണ്. പിന്നെ എന്താ ബാർമർ എന്നുള്ള സ്ഥലത്താണ് ഇതിൻ്റെ എൻഡിങ് വരിക. അപ്പോൾ ട്രെയിനിൻ്റെ നെയിം മറ്റേ നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ, അവിടെ എഴുതിക്കണത് പറഞ്ഞാൽ ED BME SF SPL 0609 എന്നിട്ട് എഴുതിക്കണത്. ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ട്രെയിനിൻ്റെ നെയിം. അപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിക്കണ്ട ഇവിടെയും ഞാൻ പിന്നെ വേറെ ഒരുത്തൻ. പിന്നെ ഒരു സീറ്റ് കിട്ടിക്കണത് ഇതിൻ്റെ നടുവിലാണ് കേട്ടോ. പിന്നെ ഒന്ന് ഇവിടെയും പിന്നെ അവിടെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഒരുത്തിയിലായിട്ട് ഇങ്ങനെ ഒരു ഒരുത്തിയിലായിട്ട് ഞങ്ങൾക്ക് ആർക്കും സീറ്റ് കിട്ടിയിട്ടില്ല. ഇതാട്ടോ, ഇതാണ് ഈ നിൽക്കണ ഈ
എത്ര ആൾ 5 ആളാട്ടെ നമ്മുടെ ഒപ്പം പോന്നിട്ടുള്ളത്. ഒക്കെ നമ്മളിപ്പോൾ കോളേജിൽ ഒരു ക്ലാസ് പഠിച്ചവരാണ്. അത് അൻസിൽ, സിനാന്, ശബരി, ശരത്ത്, ഇത് പിന്നെ വാസിൽ കേട്ടോ. ഇവിടെ മൊത്തം ഒരു ഫാമിലി ആയതുകൊണ്ട് ഒരു സൈലന്റ് ഏരിയയാണ്, ഒന്നും സംസാരിക്കാൻ ഒന്നിനും പറ്റൂല. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി ഗോകർണ റോഡിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നിരുന്ന ട്രെയിനായിട്ട് ഈ കാണുന്നത് ഗോകർണ റെയിൽവേ സ്റ്റേഷനാട്ടോ ഈ കാണുന്നത്. വലിയ മെച്ചമൊന്നുമില്ല കണ്ടോ. ആ കാണുന്നത് ഫുള്ള് ജനറൽ ആട്ടോ, ഒരു തിരക്കുമില്ല. പോര്. അപ്പൊ ഈ ഒരു കാണുന്ന ഒരു ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഒപ്പം വന്നവരെല്ലാവരും ഇവിടെ ഉണ്ട്. നാട്ടിൽ നിന്ന് 10:30 കയറിയിട്ട് ഇപ്പോൾ 9:32 ഇപ്പോൾ ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒന്നെങ്കിൽ ഇവിടെ നൈറ്റ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും സ്റ്റേ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടൗണിലേക്ക് പോകണം. ടൗൺ ആകുമ്പോൾ ഇവിടുന്ന് ഒരു 11 കിലോമീറ്ററിന് കേട്ടോ ഗോകർണ ടൗണിലേക്ക്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ കൂടുതൽ ആൾക്കാർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ അത്യാവശ്യം നമ്മളെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും വലിപ്പമുണ്ട്. എടാ ശരത്തൻ്റെ പിന്നിലൊക്കെ വന്ന് മടക്കുക. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫ്രണ്ട് പോർഷനായിട്ട് ഈ കാണുന്നത്. അത്യാവശ്യം ഫുള്ള് പ്ലെയിനാണ്, ആരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഓട്ടോറിക്ഷ പോകണം കണ്ടപ്പോൾ റോഡ് കണ്ടു. അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷയുടെ പിന്നാലെ റോഡ് പിടിച്ച് പോവുക കേട്ടോ. പിന്നാലെ പണ്ട് പട്ടികളും വന്നിട്ടുണ്ട്, ഇതാ കാണുന്നു. അപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കാട്ട് കയറുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഇവിടുത്തെ സ്റ്റേൻ്റെ 2-3 ബോർഡുകൾ കണ്ടു. ഈ മാൻഗ്രേവ് എന്ന് കണ്ടില്ലേ, അവിടെ റേറ്റ് വെച്ചപ്പോൾ അവർ 2000-2500 AC നോൺ ACക്ക് പറയുന്നത്. പിന്നെ ഇവിടെ വേറെ അതിൻ്റെ അടിയിലേതൊരു മാൻഡ്രി സ്റ്റേ പറഞ്ഞിട്ട്, അപ്പോൾ അതിലേക്ക് ഇതാ സിനാൻ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേ അടിക്കാനാണ് പ്ലാന്. അവിടെ സ്റ്റേ അടിച്ചിട്ട് ഫ്രഷ് അപ്പിന് വേറെ റൂം പുറത്തെവിടെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമുക്കൊരു റൂം സെറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാൻഗ്രൂവ് എന്നുള്ളൊരു എക്കോ സ്റ്റേ എന്നൊക്കെ എഴുതിയിട്ടുള്ള പ്രീമിയം ഹോം സ്റ്റേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പോയി നോക്കി നോക്കാം. അവർ നേരത്തെ നമ്മൾ വിളിച്ചല്ലോ, അവർ തന്നെയാണ്. അവർ നമ്മൾ ഇതിൻ്റെ മുമ്പ് കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അവർ പിന്നെ റിട്ടേൺ നമ്മളൊന്നുകൂടി വിളിച്ചാണ്. റൂംസ് ഞങ്ങളിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ AC 2000 ഉറുപ്പ്യക്ക് തരാറുണ്ട്. പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ടൗണിലേക്ക് പോകണം കേട്ടോ. ടൗണിലേക്ക് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ മേലേക്കുണ്ട്. ഫുള്ള് കാട് ടൈപ്പാണ്, ഒരു സൈഡിൽ കടകളൊന്നുമില്ല. അപ്പോൾ പിന്നെ നേരം വിളിക്കണവരെ എങ്ങനെയൊക്കെ തട്ടി കൂട്ടണ്ടേ. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ കയറിയിട്ട് 2000-ന് ACക്ക് തന്നെ കയറിയിട്ടോ. അല്ല പിന്നെ വേറെ മാർഗമില്ല. ഇതോട്ടോ റൂം സെറ്റാ. ഇതിലെവിടെ AC? അപ്പോൾ നമ്മൾ റൂമിൽ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് പുറത്തിറങ്ങി കേട്ടോ. രാത്രിക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടെ 500 മീറ്റർ പോയി കഴിഞ്ഞാൽ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ വണ്ടി വന്നിട്ടുണ്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും പാടി അവിടെ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് കൊണ്ടുവരാനാണ്. ഇവിടെ പെട്ടെന്ന് കടകളെ കടക്കുത്തറേ, അതാ പ്രശ്നം. മാപ്പ് നോക്കിയിട്ടില്ലേ? ഇവിടുത്തെ ഒരു ഏരിയ ഇത് ഫുള്ള് ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല, ആകെ ഒരു തുറന്നു കിടക്കുന്ന ഒരു ഇതാട്ടോ. രാത്രി ഇങ്ങനെ വന്ന ഒരു റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ആകെ പട്ടികളും ആ ഒരു ഭയാനക ഫീലാണ്. എന്തോ റോഡ് പറഞ്ഞില്ലേ, ഇതട്ടോ ആ ഒരു ഷോപ്പ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലിമെയിൻ ഫാമിലി റെസ്റ്റോറൻറ്റ്. എല്ലാ കടയിലും ഉണ്ട് പട്ടി, ഇവിടെ തോന്നുന്നു.
ആ ഒരു ഹോട്ടലിൽ ഫുഡ് ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ പെട്ടെന്ന് ഷോപ്പുകൾ അടക്കും. ഇവിടെ ഇതല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇനി 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഇത്ര വേറൊരു ഷോപ്പ്. പട്ടി കടിക്കോ? അപ്പോൾ ഇനി അവിടെ പോകണം. ഒന്നാമത് ആകെ നടന്നുകൂടും കിട്ടും. പിന്നെ ഈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈക്ക് റെന്റിന് എടുക്കുക. പക്ഷേ ഈ ടൈമിൽ എടുത്തിട്ട് കാര്യമില്ല. ആയില്ല അവിടെ കഴിക്കണല്ലോ. ഇയാൾ ഇവിടെ എന്താ എത്ര ബിരിയാണി ബാക്കിയുണ്ട് പറഞ്ഞ്? ഇനി 1 കിലോമീറ്റർ പോയേക്കാം. ഇതല്ലേ അവിടെ ഉണ്ടാവും തോന്നണം. അവിടെ സാധാ ഫുഡ് ഉണ്ടാവും. എനിക്ക് തോന്നണ എന്നെ കാര്യം ഒരു പറഞ്ഞാ. ഇവിടെ തൊട്ടോ ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ട്. നമ്മുടെ നാട്ടിലത്തെ കുടുംബശ്രീ ഹോട്ടൽ പോലെ ശ്രീ സിദ്ധി വിനായക ഹോട്ടൽ. ചിക്കൻ ഐറ്റംസ്, ഫിഷ് ഐറ്റംസ്, വെജ് ഐറ്റംസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ബോർഡ്. ഇവിടെ ചിക്കൻ ബിരിയാണി പിന്നെ സാധാ മീൽസും കേട്ടോ. സാധാ മീൽസിന് റേറ്റ് ഒരാളിന് 100ഉം പിന്നെ ചിക്കൻ ബിരിയാണിക്ക് എത്ര പറഞ്ഞാൽ 130 ആ റേറ്റ് പറഞ്ഞു. അപ്പോൾ 30 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ചിക്കൻ ബിരിയാണി തന്നെ എടുത്തു. കാരണം ഉച്ചയ്ക്ക് ബ്രെഡും പീനട്ട് ബട്ടറൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ രാത്രിയെങ്കിലും ഒന്ന് അടിപൊളിയാക്കട്ടെ. സാധാരണ നോർമൽ ഒരു ഫാമിലി നടത്തുന്ന ഒരു ഷോപ്പാണ് തോന്നുന്നു കേട്ടോ. അവരുടെ വൈഫാണെന്ന് കണ്ടു തോന്നുന്നു. അപ്പോൾ വൈസ് അപ്പോൾ നമ്മളൊരു ഫുഡ് കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മൾ ആദ്യം ഇതിൻ്റെ മേലെ റൂം അവർ തന്നത് അത് ഇങ്ങോട്ട് അടിയിലേക്ക് മാറ്റിയിട്ട്. കാരണം AC എന്തോ അവിടെ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു. പിന്നെ അതിൻ്റെ മേലെ മറ്റേ ആസ്പെറ്റോസൊക്കെ ഇട്ടിക്കണേ. അവിടെ എന്ത് AC ഉണ്ടാവാനാ തണുക്കാനാ. അപ്പോൾ ഇതായിട്ട് കിട്ടിക്കണേ. ഇത് പിന്നെ വലിയ കലാപമില്ല. ഇത് 2 കട്ടിൽ ഇങ്ങനെ ഒരാൾ എടുക്കണം. അങ്ങനത്തെ വേറെ 2 കട്ടിലായിട്ട്. ഇതാണ് റൂം. ഫുഡ് ഇതോടെ. ഇതാട്ടോ നമ്മളെ ബിരിയാണി. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നൈസ്. അപ്പോൾ വൈസ് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യാത്ര ചെയ്യണുണ്ട്. അപ്പോൾ ഇനി കടന്നുറങ്ങാൻ പോകട്ടോ ഞങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ ഗോകർണത്തെ കാഴ്ചകളൊക്കെ ബീച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഗോകർണയിൽ കൂടുതലായിട്ട് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബീച്ച് വൈബിലായിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡോട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് യാത്രയുടെ കാര്യങ്ങൾ മാത്രമാണ് കാര്യം. അപ്പോൾ ചെറിയതായിട്ട് ബോറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് വെച്ചോ. എന്നാലും നമ്മുടെ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.